കഴിഞ്ഞ 78 വർഷമായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പലതവണ കൊമ്പ് കോർത്തിട്ടുണ്ട്. പലതവണ നേരിട്ട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു ചൂട് കെട്ടടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും എപ്പോഴും ഇവരെ സഹോദരങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് നേരത്തെ ഭരിച്ചിരുന്ന സർക്കാരുകളുടെ നിലപാട് കൊണ്ടുകൂടെയായിരുന്നു. അത്തരത്തിലുള്ള നിലപാടുകളുടെ ദുരന്തങ്ങൾ നമ്മൾ പലപ്പോഴും അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നമ്മുടെ രാജ്യമെടുക്കുന്ന നിലപാട് ഇന്നലെ വരെ നാം കണ്ടിട്ടുള്ളതിൽ വെച്ച് വളരെ വ്യത്യസ്തമായൊരു നിലപാടാണ് എടുക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ അഭയാർത്ഥികളുണ്ടെന്ന് നമുക്കറിയാമായിരുന്നു. എന്നാൽ 41 വർഷത്തിലധികമായിട്ട് ലക്ഷക്കണക്കിന് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യകൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ സിറ്റികളിലും അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇവർക്കെല്ലാവർക്കും വോട്ടർ ID ഉണ്ട്, ആധാർ കാർഡുണ്ട്, റേഷൻ കാർഡുണ്ട്, ലോങ് ടൈം വിസയുള്ളവരുണ്ട്, ഷോർട്ട് ടൈം വിസയുള്ളവരുണ്ട്. പക്ഷേ പാസ്പോർട്ട് ഇല്ല. ഇത്തരം അഭയാർത്ഥികൾക്കുള്ള സർവ്വ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നിൽ നിന്നത് മലയാളികളായിരുന്നു. റോഹിംഗ്യൻ വിഷയം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് മലയാളികളുടെ ഇൻറ്റൻഷൻ ഇതിലൊക്കെ എത്രമാത്രമുണ്ടെന്ന്. റോഹിംഗ്യനുകൾക്ക് വേണ്ടി സർക്കാരുകളോട് വാദിക്കുന്ന മലയാളികളെ നമ്മൾ അവിടെ കണ്ടു. ഇത്തവണത്തെ തീവ്രവാദി ആക്രമണത്തോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ഈ കുടിയേറ്റക്കാരെ എല്ലാം അടിച്ചു പുറത്തിറക്കി ശുദ്ധീകരണ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് മാത്രം. കേരളത്തിൽ നിന്നോ പശ്ചിമ ബംഗാളിൽ നിന്നോ